الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട് ഔദാര്യം കൊണ്ട് നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു റമദാൻ കൂടി കഴിഞ്ഞുകൂടാൻ ഭാഗ്യമുണ്ടായിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. നമുക്കറിയാം, റമദാൻ എന്ന് പറയുന്നത്, റമദാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലാഹു തആല ഖുർആൻ അവതരിപ്പിക്കാൻ വേണ്ടി ഈ മാസം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സാദുൽ മആദ് എന്ന് പറയുന്ന അറിയപ്പെട്ട കിതാബിൽ അതിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല അവതരിപ്പിച്ചത് എല്ലാ ഫളായിലുകളും ഒരുമിച്ച് കൂട്ടിയിട്ടാണ്. അഥവാ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതാത് കാര്യത്തിൻ്റെ ആ ഇനത്തിൽ, അതിൻ്റെ ജിൻസിൽ ഏറ്റവും അഫ്ളലായിരിക്കും. ഉദാഹരണത്തിന്, ഖുർആൻ ഇറങ്ങിയ നാട് മക്കയാണ്. അതുപോലെ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കയ്യിലാണ്. നാടുകൾ വെച്ച് ഏറ്റവും അഫ്ളൽ മക്കയാണ്, നമുക്കറിയാം. മലക്കുകൾ വെച്ച് ഏറ്റവും അഫ്ളൽ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതുപോലെ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അവതരിപ്പിച്ചത്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും അഷ്റഫായിട്ടുള്ളത്, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇങ്ങനെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അതാത് കാര്യത്തിൻ്റെ ആ ഇനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. വിശുദ്ധ ഖുർആൻ അവതരിച്ച കാലം, സമയം, അത് റമദാനാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അല്ലാഹു തആല ഖുർആൻ അവതരിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത റമദാൻ മാസം എന്നാണ് റമദാനെക്കുറിച്ച് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. അപ്പോൾ ഈ മാസം വിശുദ്ധ ഖുർആൻ്റെ മാസമാണ്. ഖുർആൻ ഓതുകയും പഠിക്കുകയും ചെയ്യേണ്ട മാസമാണ്. ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യം എന്താണ്? അല്ലാഹു തആല ഖുർആനെ കുറിച്ച് പറഞ്ഞത്, ഖുർആൻ ഓതുന്നവരെ കുറിച്ച് പറഞ്ഞത്, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി. ഖുർആൻ എങ്ങനെയാണോ തിലാവത്ത് ചെയ്യേണ്ടത് അതുപോലെ തിലാവത്ത് ചെയ്യുന്നവരായിരിക്കും അവർ എന്നാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ സലഫുകൾ പറയുന്നത് ഐ യത്തബിഊനഹു ഹഖ്ഖ ഇത്തിബാഇഹി, അഥവാ വിശുദ്ധ ഖുർആനെ അവർ പിന്തുടരേണ്ട പ്രകാരം പിന്തുടരുമെന്നാണ്. അപ്പോൾ തിലാവത്ത് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം തന്നെ ഇത്തിബാ എന്നാണ്, പിന്തുടരുക, അനുസരിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് അത് പിന്തുടരാൻ വേണ്ടിയാണ്, അതിനെ ഇത്തിബാ ചെയ്യാൻ വേണ്ടിയാണ്. അതിന് ഈ കിതാബിൻ്റെ ആശയം, തഫ്സീർ മനസ്സിലാക്കുകയല്ലാതെ വേറെ മാർഗമില്ല. ഈ മൈക്ക് ഓഫാക്കാം കേട്ടോ എല്ലാവരും. കുറേ ആൾക്കാർ മൈക്ക് ഓണാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ തഫ്സീർ മനസ്സിലാക്കുക, ആശയം മനസ്സിലാക്കുക എന്നുള്ളത് അതിനേറ്റവും പറ്റിയ സമയമാണ് റമദാൻ എന്ന് പറയുന്നത്. കാരണം റമദാൻ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്ന മാസമാണ്. ഖുർആനുമായുള്ള ഏറ്റവും നല്ല ബന്ധമെന്ന് പറയുന്നത് അതിൻ്റെ ആശയം അറിഞ്ഞുകൊണ്ട് ഓതുകയും അതിൻ്റെ ആശയത്തെക്കുറിച്ച് ചിന്തിക്കുകയും അത് പിന്തുടരാൻ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മുമ്പ് ജുസ് അമ്മയുടെ തഫ്സീർ പഠിച്ചു തുടങ്ങിയതാണ്. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഏതാനും ചില ചെറിയ സൂറത്തുകൾ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഈ ദിവസങ്ങളിൽ. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. സൂറത്തുൽ ഇൻഫിത്താറായിരുന്നു നമ്മൾ അവസാനമായിട്ട് പഠിച്ചത്. അടുത്ത സൂറത്തു അൽ മുത്തഫിഫീനാണ്. എന്താണ് സൂറത്തുൽ മുത്തഫിഫീൻ? സൂറത്തു ഇൻഫിത്താർ കഴിഞ്ഞ് വരാനുള്ള പ്രസക്തി, മുനാസബത്ത്, അതിൻ്റെ ഒരു അനുയോജ്യമായ അവസ്ഥ, അതിൻ്റെ ഒരു മുനാസബത്ത് എന്താണ്? മുഫസ്സിരീങ്ങൾ ചൂണ്ടിക്കാണിച്ചത് കാണാം, ചിലർ പരാമർശിച്ചത് കാണാം. സൂറത്തുൽ ഇൻഫിത്താറിൽ അല്ലാഹു തആല പറഞ്ഞ ഒരു ആയത്ത്, ഇന്ന അലൈക്കും ലഹാഫിദീന കിറാമൻ കാതിബീൻ, തീർച്ചയായും നിങ്ങളുടെ അമലുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് മലക്കുകൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരായ വിശ്വസ്തരായ മലക്കുകൾ നമ്മുടെ ഓരോ അമലും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ സഹീഫ, നമ്മുടെ അമലുകളുടെ രേഖയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ആ സൂറത്തിൽ പറയുകയുണ്ടായി. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ പറയുന്ന ഓരോ വാക്കും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വെറുതെ അങ്ങ് ഇല്ലാതെയായി പോകുന്നില്ല. ആ പ്രവൃത്തിയോടുകൂടി, ആ വാക്ക് പറയുന്നതോടുകൂടി അതങ്ങനെ അന്തരീക്ഷത്തിൽ ലയിച്ചു പോവുകയല്ല. നേരെ മറിച്ച് നാളെ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന, നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു രേഖയിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ സൂറത്ത്.
ആ രേഖ എന്ന് പറയുന്നത് അതിൽ വലിയ കാര്യങ്ങൾ മാത്രമല്ല, നിസ്സാരമെന്ന് നമ്മൾ കാണുന്ന, നമ്മൾ കരുതുന്ന കാര്യങ്ങൾ പോലും അതിലുണ്ടാകും. ആ രേഖ പരിപൂർണമാണ്, അതിൻ്റെ പരിപൂർണതയുടെ ഭാഗമാണ്. ഒന്നും തന്നെ അത് വിട്ടുപോകുകയില്ല. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ, ചെയ്ത ഓരോ ഖൈറും, വമാ അമിലത് മിൻ സൂ, എന്തൊക്കെ തിന്മ ചെയ്തിട്ടുണ്ടോ അതെല്ലാം. അതുപോലെ തന്നെ സൂറത്തുൽ കഹഫിൽ അള്ളാഹു പറഞ്ഞതുപോലെ മാ ലിഹാദിൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ല അഹ്സാഹ, ഈ രേഖക്ക് എന്തു പറ്റി? ഇതെന്തൊരു കിതാബാണ്, എന്തൊരു രേഖയാണ്, ഇതിൽ ഒരു ചെറിയ കാര്യം പോലും വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് പാപികൾ പറയും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം ഉണർത്തിക്കൊണ്ടാണ് സൂറത്തുൽ മുത്തഫിഫീൻ തുടങ്ങുന്നത്. എങ്ങനെയാണ് സൂറത്തുൽ മുത്തഫിഫീൻ ആ കാര്യം ഉണർത്തുന്നത്? വൈലുൻ ലിൽ മുത്തഫിഫീൻ, മുത്തഫിഫീങ്ങൾക്ക് നാശം എന്നാണ് പറയുന്നത്. എന്താണ് മുത്തഫിഫ് എന്ന് പറഞ്ഞാൽ? തത്തുഫീഫ് ചെയ്യുന്നവൻ എന്നർത്ഥം. തത്തുഫീഫ് എന്ന വാക്കിൻ്റെ അർത്ഥം അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്നാണ് സാധാരണ മലയാളത്തിൽ നമ്മൾ പറയാറുള്ളത്. പക്ഷേ അറബിയിൽ കുറച്ചുകൂടി സൂക്ഷ്മമാണ് വാക്കിൻ്റെ അർത്ഥം. തത്തുഫീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അളവും തൂക്കവും നിശ്ചയിക്കുമ്പോൾ ചെറിയ രൂപത്തിൽ കൃത്രിമം കാണിക്കുക, ചെറിയ രൂപത്തിൽ കളവ് കാണിക്കുക, ചതി കാണിക്കുക, അതാണ് തത്ഫീഫ് എന്ന് പറഞ്ഞാൽ. അറബിയിൽ തൊഫീഫ് എന്ന് പറഞ്ഞാൽ നിസ്സാരമായ, ആരും ശ്രദ്ധിക്കാത്ത സൂക്ഷ്മമായ വസ്തുക്കൾ, ചെറിയ പൊടി, അതിനാണ് തൊഫീഫ് എന്ന് പറയുക. ചെറിയൊരു പൊടി, ആരുടെയും കണ്ണിൽപ്പെടാത്ത ഒരു അളവ്, അത്രമാത്രമുള്ള ഒരു വസ്തു, അതാണ് തൊഫീഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നിസ്സാരമായ കാര്യം അളവും തൂക്കവും നോക്കുന്ന സമയത്ത് അവർ സൂക്ഷിക്കുകയില്ല, അല്ലെങ്കിൽ കരുതി കൂട്ടിക്കൊണ്ട് അത്ര സൂക്ഷ്മമായ അളവ് അവർ മാറ്റം വരുത്തും. മറ്റൊരാൾക്ക് അളന്നു കൊടുക്കുമ്പോൾ ഒരല്പം കുറവ് വരുത്തും. അവരുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് കിട്ടാനുള്ളത് വാങ്ങുമ്പോൾ ഒരിത്തിരി കൂടുതൽ വാങ്ങും. ഇതാണ് അറബിയിലെ തത്ഫീഫ് എന്ന് പറയുന്നത്. അല്ലാതെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്ന് പറഞ്ഞാൽ കിൻഡൽ കണക്കിന് അല്ലെങ്കിൽ കിലോ കണക്കിന് വസ്തുക്കൾ കൃത്രിമമായിട്ട് അപഹരിക്കുന്നതിന് തത്ഫീഫ് എന്ന് പറയുകയില്ല. അത് അക്രമമാണ്, വഞ്ചനയാണ്. പക്ഷേ തത്ഫീഫ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായ അളവിലുള്ള കൃത്രിമത്വത്തിനാണ് പറയുക. തൊഫു ഷെയ് എന്ന് പറഞ്ഞാൽ ജാനിബുഹു, ഒരു വസ്തുവിൻ്റെ ഒരു അരിക്, ആരും ശ്രദ്ധിക്കാത്തൊരു ഭാഗം, അതാണ് തൊഫ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ഭാഗം, അത്രയും അളവ്, സൂക്ഷ്മമായ അളവ്, അത് വഞ്ചന കാണിക്കുന്നതിനാണ് തത്ഫീഫ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെയുള്ള വഞ്ചന പോലും ഈ രേഖയിലുണ്ടാകും. അതുകൊണ്ടാണല്ലോ അങ്ങനെ വഞ്ചന കാണിച്ചവർക്ക് പോലും നാശം എന്ന് അല്ലാഹു തആല പറയുന്നത്. അപ്പോൾ അതാണ് ഈ രണ്ട് സൂറത്തുകളും തമ്മിലുള്ള ബന്ധം. ഇനി സൂറത്തുൽ മുത്തഫിഫീൻ്റെ വിഷയം എന്താണ്? ഈ സൂറത്ത് നോക്കിയാൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഈ സൂറത്തിൽ കാണുക. ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞത് തന്നെ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്കുള്ള താക്കീത്. രണ്ടാമത്തെ കാര്യം മുഅ്മിനീങ്ങളുടെയും കാഫിരീങ്ങളുടെയും, അൽ അബ്റാറു വൽ ഫുജ്ജാർ, നന്മ ചെയ്ത് ജീവിച്ച ആളുകളുടെയും തിന്മ ചെയ്ത് ജീവിച്ച ആളുകളുടെയും വർണ്ണന, അവരുടെ രണ്ടുപേരുടെയും അവസ്ഥകൾ ദുനിയാവിലും ബർസഖിലും ആഖിറത്തിലും നാളെ പരലോകത്തും ഈ മൂന്ന് കൂട്ടരും എങ്ങനെയായിരിക്കും എന്ന കാര്യം ഈ സൂറത്ത് വിശദീകരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ സൂറത്തിലുള്ളത്. ഒന്നാമത്തേത് ഈ പറഞ്ഞ തത്ഫീഫ്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നതിനെതിരെയുള്ള താക്കീത്. രണ്ടാമത്തേത് അൽ അബ്റാർ വൽ ഫുജ്ജാർ, പുണ്യവാന്മാരും പാപികളും. അപ്പോൾ എന്താണ് ഈ രണ്ട് വിഷയങ്ങൾ തമ്മിലുള്ള ബന്ധം? അത് തമ്മിലുള്ള ബന്ധം മുഅ്മിനീങ്ങളായ ആളുകളുടെ പ്രത്യേകതയാണ്. അവർ ഓരോ പ്രവൃത്തിയിലും മനുഷ്യരോടുള്ള ഹക്കിൻ്റെ കാര്യത്തിൽ, അതുപോലെ അള്ളാഹുവിനോടുള്ള ഹക്കിൻ്റെ കാര്യത്തിൽ സൂക്ഷ്മമായ ഒരു വീഴ്ച വരുത്തുന്നത് പോലും പേടിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ ഫുജ്ജാർ ആയിട്ടുള്ള, കാഫിറുകളായിട്ടുള്ള ആളുകളുടെ പ്രത്യേകതയാണ് അവർക്ക് അള്ളാഹുവിനെയും ആഖിറത്തിനെയും പേടിയില്ലാത്തത് കൊണ്ട് അവർ ചെറുതും വലുതുമായ അളവിൽ ധാരാളമായി വഞ്ചനയും അക്രമവും കാണിക്കുന്നവരായിരിക്കും. ഇതാണ് ഈ വിഷയങ്ങൾ തമ്മിലുള്ള ബന്ധം. ഇനി നമുക്ക് ഈ സൂറത്തിലെ ആയത്തുകൾ നോക്കാം. അല്ലാഹു തആല പറയുന്നു, വൈലുൻ ലിൽ മുത്തഫിഫീൻ, മുത്തഫിഫീങ്ങൾക്ക് നാശം. നമ്മൾ പറഞ്ഞു മുത്തഫിഫ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായ അളവിൽ അളവും തൂക്കവും തെറ്റിച്ച് ഇടപാടുകൾ നടത്തുന്നവർ. അവരെക്കുറിച്ച് അടുത്ത ആയത്തുകൾ അള്ളാഹു വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. മുത്തഫിഫീൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് അടുത്ത ആയത്തുകളിൽ കാണാം. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ, അവർ ആളുകൾക്ക് അളന്നു കൊടുക്കുകയാണ്, ആളുകളിൽ നിന്ന് അളന്നു വാങ്ങുകയാണെങ്കിൽ, ഇദക്താലു അലന്നാസ്, ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും അളന്നിങ്ങോട്ട് വാങ്ങുകയാണെങ്കിൽ. നമുക്കറിയാം, പണ്ട് കാലത്ത് കച്ചവടം ചെയ്യുമ്പോൾ നാണയങ്ങളുണ്ടായിരുന്നില്ല, പരസ്പരം കച്ചവട ചരക്കുകൾ കൈമാറുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങോട്ട് കിട്ടാനുള്ളത് അളക്കുന്ന സമയത്ത് യസ്തൗഫൂൻ, പൂർണ്ണമായും അവർ അളന്നെടുക്കും, അളവ് കൃത്യമാക്കും. വഇദാ കാലൂഹും, ജനങ്ങൾക്ക് അങ്ങോട്ട് അളന്നു കൊടുക്കുകയാണെങ്കിലോ, ഔ വസനൂഹും, അല്ലെങ്കിൽ തൂക്കിക്കൊടുക്കുകയാണെങ്കിലോ. അളവും തൂക്കവും തമ്മിൽ എന്താ വ്യത്യാസം? അളവെന്ന് പറഞ്ഞാൽ വോള്യം നോക്കിയിട്ട്, തൂക്കം എന്ന് പറഞ്ഞാൽ ഭാരം നോക്കിയിട്ട് കൊടുക്കുന്നത്.
അപ്പോൾ അങ്ങനെ അളവ് നോക്കി കൊടുക്കുന്ന വസ്തുക്കളുണ്ടാകും. പിന്നെ ഇപ്പോൾ തേൻ, എണ്ണ അങ്ങനെയുള്ളൊക്കെ വസ്തുക്കൾ. അതുപോലെ തന്നെ പണ്ട് കാലത്ത് ധാന്യങ്ങൾ അങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്. അതുപോലെ തൂക്കുന്ന വസ്തുക്കളുണ്ടാകും, സ്വർണ്ണം, വെള്ളി പോലെയുള്ള വസ്തുക്കളൊക്കെ തൂക്കം, വസനാണ് നോക്കുന്നത്. അങ്ങനെ അവർ ഇങ്ങോട്ട് വാങ്ങുന്ന സമയത്ത് പൂർണ്ണമാക്കുകയും തിരിച്ചങ്ങോട്ട് കൊടുക്കുകയാണെങ്കിലോ യുഹ്സിറൂൻ, കുറവ് വരുത്തുകയും ചെയ്യും. അങ്ങോട്ട് കൊടുക്കാനുള്ളത് കുറവ് വരുത്തും. ഈ പറഞ്ഞ സ്വഭാവം അത് കച്ചവടക്കാർ വ്യാപകമായി കാണിച്ചിരുന്നൊരു കാര്യമാണ് മുമ്പ് കാലത്ത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് കുറയാൻ കാരണം എന്താണ്? ആളുകൾക്ക് അമാനത്ത് കൂടിയത് കൊണ്ടല്ല, നേരെ മറിച്ച് ഇന്ന് അളവും തൂക്കവും കണ്ടുപിടിക്കാനുള്ള സൂക്ഷ്മമായ ഉപകരണങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. മുമ്പ് കാലത്ത് എത്രത്തോളം എന്ന് വെച്ചാൽ മദീനയിലെ അൻസാരികൾ, അവർ അറബികളിൽപ്പെട്ട വളരെ മാന്യന്മാരായ ആളുകളായിരുന്നു. പക്ഷെ അവർ വരെ ജാഹിലിയ കാലത്ത് ഈ പ്രവൃത്തി ചെയ്യുന്നവരായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ലമ്മ ഖദിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോൾ കാനു മിൻ അഖ്ബസിൻ നാസി മിഖിയാല, ഏറ്റവും മോശമായ രീതിയിൽ വഞ്ചനയോടുകൂടി അളക്കുന്ന ആളുകളായിരുന്നു അൻസാരികൾ. ഫഅൻസലല്ലാഹ്, അപ്പോൾ അല്ലാഹു തആല ഈ സൂറത്ത് അവതരിപ്പിച്ചു, വൈലുൽ ലിൽ മുത്തഫിഫീൻ, വൈലുൽ ലിൽ മുത്തഫിഫീൻ എന്ന സൂറത്ത് അവതരിപ്പിച്ചു. ഫസാറു മിൻ അഹ്സനിൻ നാസി മിഖിയാല, പിന്നീട് അവർ ഏറ്റവും നല്ല രൂപത്തിൽ അളന്നു കൊടുക്കുന്നവരായി മാറി. അപ്പോൾ വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്ന ഒരു പ്രവൃത്തിയാണിത്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്നുള്ളത്. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാ, താബിഈയായ വലിയ ഇമാം, പണ്ഡിതൻ, ആബിദായിട്ടുള്ള മനുഷ്യൻ, അദ്ദേഹം പറയുന്നതായി കാണാം, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് മരണാസന്നനായി കിടന്നപ്പോൾ അദ്ദേഹം സന്ദർശിക്കാൻ പോയി. അപ്പോൾ ഈ രോഗിയായ സുഹൃത്ത് കരയുകയാണ്. അദ്ദേഹം പറഞ്ഞു, ജബലാനി മിൻ നാർ, നരകത്തിൻ്റെ 2 വൻ മതിലുകൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ മാലിക് ഇബ്നു ദീനാർ ചോദിച്ചു, എന്ത് പറ്റി, എന്താണ് നീ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, കാന ലീ മിഖ്യാലാൻ, എനിക്ക് 2 അളവ് പാത്രങ്ങളുണ്ടായിരുന്നു. ആഖുദു ബിൽ വാഫി, അതിൽ ഇങ്ങോട്ട് എന്തെങ്കിലും അളന്നു വാങ്ങുമ്പോൾ അളവ് പൂർത്തിയായിട്ടുള്ള കൃത്യമായ അളവിലുള്ള അളവ് പാത്രം കൊണ്ട് ഞാൻ അളക്കും. അഥവാ 1 ലിറ്ററിൻ്റെ ഒരു പാത്രമാണെങ്കിൽ അത് 1 ലിറ്റർ അളക്കാൻ ഉള്ള അത്രയും വലുപ്പം ഉണ്ടാവും ആ പാത്രം. മറ്റേ പാത്രം 1 ലിറ്റർ എന്ന് എഴുതിയിട്ടുണ്ടാകും, പക്ഷേ അതിൽ 3/4 ലിറ്ററേ കൊള്ളുകയുള്ളൂ. അങ്ങനെയുള്ളൊരു പാത്രം കൊണ്ടായിരിക്കും അങ്ങോട്ട് കൊടുക്കുന്നത്. ആഖുദു ബിൽ വാഫി വഉഅതി ബിൻ നാഖിസ്, കൊടുക്കുന്നത് ഈ അളവ് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ള അളവ് പാത്രം കൊണ്ടായിരിക്കും. അതിൻ്റെ ശിക്ഷയായിട്ടാണ് ഈ നരകത്തിൽ നിന്നുള്ള തീ കൊണ്ടുള്ള 2 മലകൾ എൻ്റെ മുന്നിൽ കാണുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഇതാണ് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്ന് പറയുന്നത്. الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك. ഇതാണ് ഈ വിഷയം, അളവും തൂക്കവും കൃത്രിമം കാണിക്കുക എന്നുള്ളതും. അതുപോലെ ഈ സൂറത്തിലെ 2ാമത്തെ വിഷയമായ അൽ അബ്റാർ വൽ ഫുജ്ജാർ, പുണ്യവാന്മാരും പാപികളും തമ്മിലുള്ള ഒരു താരതമ്യം എന്ന് പറയുന്ന വിഷയവും തമ്മിലുള്ള ബന്ധം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഇങ്ങനെ അക്രമികളായത്, എന്തുകൊണ്ടാണ് ഇവർ വഞ്ചകന്മാരായത്? അലാ യദുന്നു ഉലൈക, അവർ വിശ്വസിക്കുന്നില്ലേ, അന്നഹും മബ്ഊസൂൻ, അവർക്ക് ഒരു മരണാനന്തര ജീവിതം വരാനുണ്ട്, ബഅസ് വരാനുണ്ട് എന്നവർ ചിന്തിക്കുന്നില്ലേ? അതാണ് കാര്യം. മരണാനന്തരം ഒരു ജീവിതമുണ്ട്, അള്ളാഹുവിൻ്റെ ഹിസാബുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ അവർ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുകയില്ല. അതാണ് അൻസാരികളുടെ കാര്യത്തിൽ സംഭവിച്ചത്. ഈ സൂറത്ത് അവതരിച്ചതോടുകൂടി ഫസാറു മിൻ അഹ്സനിൻ നാസി മിഖ്യാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ. അപ്പോൾ നന്മകളും തിന്മകളും, മനുഷ്യൻ്റെ സ്വഭാവം, അത് നിശ്ചയിക്കുന്നത്, നിർണ്ണയിക്കുന്നത് അവൻ്റെ വിശ്വാസമാണ്. ഇന്ന് പല ആളുകളും അശ്രദ്ധരായിട്ടുള്ള, മറന്നുപോയിട്ടുള്ള ഒരു കാര്യമാണിത്. അല്ല, ചില ആളുകൾ പറയാറുണ്ടത്, സ്വഭാവത്തിന് പ്രത്യേകിച്ച് മതമില്ല. തീവ്രവാദത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയാറുണ്ട്, തീവ്രവാദത്തിന് മതമില്ല. അങ്ങനെയുണ്ടോ? ഇല്ല. കുഫ്ർ എന്ന് പറയുന്നത് എല്ലാ തിന്മകളുടെയും മാതാവാണ്. അതുപോലെ ഈമാൻ എന്ന് പറയുന്നത് എല്ലാ നന്മകളുടെയും അടിസ്ഥാനമാണ്. അതാണ് അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിക്കുന്നത്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്നുള്ള ഒരു സ്വഭാവ മര്യാദയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ സൂറത്ത് മുഴുവനും സ്വർഗ്ഗ നരകങ്ങളെക്കുറിച്ചാണ്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാമെന്ന് അള്ളാഹു തന്നെ വിശദീകരിച്ചു തരുന്നു. അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ, ബഅസിൽ അവർ വിശ്വസിക്കുന്നില്ലേ? അതിനർത്ഥം എന്താണ്? ബഅസിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ മരണാനന്തര ജീവിതം പഠിപ്പിക്കാത്ത, അതിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്ക്
ഇത്തരത്തിലുള്ള വിശ്വാസവഞ്ചന ചെയ്യുക എന്നുള്ളത് അതിൽ യാതൊരു കുറ്റവുമില്ല, യാതൊരു തെറ്റുമില്ല. അത് തെറ്റാണ് എന്ന് പറയാൻ ധാർമ്മികമായി ഒരു ന്യായവും അങ്ങനെയുള്ള ആളുകൾക്ക് പറയാനുണ്ടാവുകയില്ല. ഒരുപക്ഷെ അവർ വിശ്വാസവഞ്ചന കാണിക്കാത്തവരായിരിക്കും, പക്ഷേ ഒരു ആദർശം എന്ന നിലക്ക്, ഒരു നിയമം എന്ന നിലക്ക് അവർക്കൊരിക്കലും അവരുടെ ഈ പ്രവൃത്തിയെ അല്ലെങ്കിൽ ജനങ്ങൾ ചെയ്യുന്ന ഈ വഞ്ചനയെ എതിർക്കാനോ അത് തെറ്റാണെന്ന് പറയാനോ സാധിക്കുകയില്ല. അതൊരു വിശ്വാസിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ലിയോമിൻ അദീം. എന്നിട്ട് അല്ലാഹു തആല ഈ പരലോകത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതം എന്ന് പറയുന്ന ആ ദിവസത്തെക്കുറിച്ച് പറയുന്നു. ലിയോമിൻ അദീം, ഭയാനകമായ ഒരു ദിവസം. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. അന്നേ ദിവസം ജനങ്ങളെല്ലാവരും റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് വരും. അത്തരമൊരു ദിവസം ഇവർ പേടിക്കുന്നില്ലേ? പേടിക്കുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പേടിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവർ ഈ പ്രവൃത്തി ചെയ്യുമായിരുന്നില്ല. ചിലപ്പോൾ നമുക്ക് സംശയം തോന്നാം, ഈ അളവിലും തൂക്കത്തിലും ചെറിയ കൃത്രിമം കാണിക്കുക എന്നതാണല്ലോ തത്ഫീഫ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് എന്തിനാണ് ഇത്രയും ഗൗരവത്തിൽ പറയുന്നത്? മുഫസ്സിരിങ്ങൾ പറയുന്നത് അത് ഖിയാസുൽ ഔല എന്ന് പറയും. ഇത്രയും നിസ്സാരമായ അല്ലെങ്കിൽ ഇത്രയും ചെറിയ അളവിലുള്ള വഞ്ചന ഇത്ര ഗൗരവമുള്ളതാണെങ്കിൽ അതിനേക്കാൾ വലിയ മോഷണവും പിടിച്ചുപറിയും മറ്റുള്ളവരുടെ ഹക്ക് അന്യായമായി തിന്നലും ഇതൊക്കെ എത്ര വലിയ ഗൗരവമായിരിക്കും എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ തത്ഫീഫ് എന്നുള്ളത്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്നുള്ളത്, അത് കേവലം വസ്തുക്കൾ ഇടപാട് നടത്തുന്ന കാര്യത്തിൽ മാത്രമല്ല. ചില മുഫസ്സിരീങ്ങൾ ഇത് അങ്ങനെ വിശദീകരിച്ചത് കാണാം. അള്ളാഹുവിനോടുള്ള ഹക്കിൻ്റെ കാര്യത്തിൽ, അതുപോലെ മനുഷ്യരോടുള്ള എല്ലാ ഹുക്കൂക്കുകളുടെയും ബാധ്യതകളുടെയും കാര്യത്തിലൊക്കെ ഈ പ്രവൃത്തി മനുഷ്യൻ ചെയ്തേക്കാം, സംഭവിച്ചേക്കാം. എങ്ങനെയാണ് അള്ളാഹുവിനോട് അളവും തൂക്കവും വഞ്ചന കാണിക്കുക? അള്ളാഹുവിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള ഹക്കെല്ലാം നമുക്ക് കിട്ടണം. അങ്ങനെയാണ് നമ്മൾ അധികം ആളുകളും ചിന്തിക്കുന്നത്, മനുഷ്യരധികം ചിന്തിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് അള്ളാഹുവിൽ നിന്ന് കുറേ കിട്ടാനുണ്ട്. നമുക്ക് ആരോഗ്യം വേണം, നമുക്ക് വിവാഹം കഴിക്കണം, നമുക്ക് മക്കൾ വേണം, നമ്മുടെ മക്കൾ നല്ലവരായിരിക്കണം, നമുക്ക് മനസ്സമാധാനം വേണം, നമുക്ക് സമ്പത്ത് വേണം. ഇങ്ങനെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ അള്ളാഹുവിന് അങ്ങോട്ട് കൊടുക്കാനുള്ള കാര്യങ്ങളോ, അള്ളാഹുവിനോട് നമുക്കുള്ള ഹക്കുകളോ, അള്ളാഹുവിനെ നമ്മൾ പേടിക്കുന്നുണ്ടോ, അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ, അള്ളാഹുവിനെ മാത്രം വിളിച്ച് ദുആ ചെയ്യുന്നുണ്ടോ, തൗഹീദ് നമ്മുടെ ജീവിതത്തിലുണ്ടോ, അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച അടിസ്ഥാനപരമായ ബാധ്യതകൾ, 5 നേരത്തെ നമസ്കാരം, റമദാനിലെ നോമ്പ്, സകാത്ത്, ഇങ്ങനെയുള്ള അള്ളാഹുവിനോട് അങ്ങോട്ട് നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ, നമ്മുടെ വാജിബാത്ത്, നമ്മുടെ ബാധ്യതകൾ, അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ചിന്തയുമില്ല. അതിൽ വല്ല വീഴ്ചയും വരുന്നുണ്ടോ എന്ന ആശങ്കയില്ല. ഇത് ഒരു തരത്തിലുള്ള കൃത്രിമമാണ്, തത്ഫീഫാണ്. അഥവാ ഇങ്ങോട്ട് എല്ലാം വേണം, അങ്ങോട്ടൊന്നും അതിൻ്റെ കാര്യത്തിൽ, അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യത്തിൽ ചിന്തയില്ല. അതുപോലെ മനുഷ്യരുമായുള്ള ബന്ധങ്ങളിൽ, അല്ലേ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ ഭാര്യയിൽ നിന്ന് എന്തൊക്കെ കിട്ടാനുണ്ടോ അതെല്ലാം ഭർത്താവിന് വേണം, അനുസരിക്കണം, ഭർത്താവിൻ്റെ ഹക്കുകൾ നിറവേറ്റണം. പക്ഷെ തിരിച്ച് അവൻ്റെ ബാധ്യതകളെക്കുറിച്ച് ചിന്തയില്ല. അതുപോലെ നേരെ തിരിച്ചു മക്കളുടെ കാര്യത്തിലായാലും മാതാപിതാക്കളുടെ കാര്യത്തിലായാലും, മക്കൾക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടാനുള്ളതൊന്നും കിട്ടിയിട്ടില്ല എന്ന ചിന്തയാണ്. മറ്റുള്ള മാതാപിതാക്കൾ മക്കളെ നോക്കുന്നത് പോലെ എൻ്റെ മാതാപിതാക്കൾ എന്നെ നോക്കിയിട്ടില്ല എന്നാണ് എല്ലാ മക്കൾക്കും പറയാനുള്ളത്. എന്നാൽ അങ്ങോട്ട് എന്തൊക്കെ ബാധ്യതകൾ ചെയ്യാനുണ്ട്, അത് വല്ലതും ചെയ്തിട്ടുണ്ടോ, ചെയ്യുന്നുണ്ടോ, അതിനെക്കുറിച്ച് ചിന്തയില്ല. ഇതൊക്കെ ഈ തത്ഫീഫ് എന്ന് പറയുന്ന വാക്കിൻ്റെ പരിധിയിൽ പെടും എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത് പറഞ്ഞ വിഷയം വിശദീകരിക്കുകയാണ്. അൽ അബ്റാറു വൽ ഫുജ്ജാർ, പുണ്യവാന്മാരും പാപികളും ആയിട്ടുള്ള ആളുകളെക്കുറിച്ച് പറയുകയാണ്. ആദ്യം പാപികളെക്കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ആദ്യം പാപികളെക്കുറിച്ച് പറഞ്ഞത്? കാരണം ഈ സൂറത്ത് തുടങ്ങിയത് ഒരു പാപത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. തത്ഫീഫ് എന്ന് പറയുന്ന ഒരു പാപത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് ചെയ്യുന്ന ആളുകളെക്കുറിച്ച് അല്ലാഹു തആല പറയുകയാണ്. കല്ല ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ. കല്ല എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, ഒരു താക്കീതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് കല്ല എന്നുള്ളത്. നിങ്ങൾ ചെയ്യുന്ന ഈ തത്ഫീഫ്, അതുപോലെ തന്നെ പരലോകത്തെ മറന്നുകൊണ്ടുള്ള ജീവിതം, അത് നിങ്ങൾക്ക് നല്ലതിനല്ല, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. ഇന്ന കിതാബൽ ഫുജ്ജാരി, തീർച്ചയായും പാപികളുടെ കർമ്മരേഖ എന്ന് പറയുന്നത് അതാണ് കിതാബുൽ ഫുജ്ജാർ എന്ന് പറയുന്നത്. പാപികളുടെ കിതാബ് എന്ന് പറഞ്ഞാൽ പാപികൾ പഠിക്കുന്ന കിതാബെന്നോ വായിക്കുന്ന കിതാബെന്നോ അല്ല, അവരുടെ അമലുകൾ രേഖപ്പെടുത്തിയ കിതാബ് ലഫീ സിജ്ജീൻ, സിജ്ജീനിലായിരിക്കും. എന്താണ് സിജ്ജീൻ എന്ന് പറഞ്ഞാൽ? നിങ്ങളെല്ലാവരും കേട്ടിരിക്കും, സുദീർഘമായൊരു ഹദീസ്, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തെക്കുറിച്ചും മരണാനന്തരം സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്ന ദീർഘമായൊരു ഹദീസ്, റൂഹ് പിടിക്കുന്നതിനെക്കുറിച്ചും ആ റൂഹ് ബർസഖിൽ എങ്ങനെയായിരിക്കും കഴിയുക എന്നതൊക്കെയാണ് ഹദീസിൻ്റെ വിഷയം. അതിൽ
പറയുന്നത് കാണാം, പാപിയായ ആത്മാവാണെങ്കിൽ അവൻ്റെ ആത്മാവുമായി മലക്കുകൾ ആകാശത്തേക്ക് പോകും. ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല. മാ ഹാദർ റൂഹുൽ ഖബീസ്, ഏതാണ് ഈ വൃത്തികെട്ട ആത്മാവെന്ന് ചോദിച്ച് ആകാശത്ത് നിന്ന് മടക്കപ്പെടും. അങ്ങനെ അള്ളാഹു തആല വിളിച്ചു പറയും, ഉക്തുബു കിതാബ അബ്ദി ഫീ സിജ്ജീൻ ഫിൽ അർദി സുഫ്ല ഫതുത്റഹു റൂഹുഹു തുർഹ എന്ന ഹദീസിൽ കാണാം. അള്ളാഹു തആല പറയും, ഉക്തുബു കിതാബ അബ്ദി ഫീ സിജ്ജീൻ, സിജ്ജീനിൽ ഈ അടിമയുടെ കിതാബ് രേഖപ്പെടുത്തിക്കൊള്ളുക, അഥവാ ഇവൻ്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ കിതാബ് സിജ്ജീനിൽ വെച്ചുകൊള്ളുക. എന്നിട്ട് അവൻ്റെ റൂഹ് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വലിച്ചെറിയും. അപ്പോൾ ഈ സിജ്ജീൻ എന്ന് പറയുന്നതിനെക്കുറിച്ച് അള്ളാഹു തആല ഈ ഹദീസിൽ പറഞ്ഞ വാക്ക് ഫിൽ അർദി സുഫ്ല, ഏറ്റവും താഴെയുള്ള ഭൂമിയിൽ, അഥവാ ഏഴാമത്തെ ഭൂമിയിൽ. 7 ആകാശം പോലെ 7 ഭൂമികളുണ്ട്. ആ 7ാമത്തെ ഭൂമിയിൽ അല്ലെങ്കിൽ 7ാമത്തെ ഭൂമിക്കും താഴെ ആയിക്കൊണ്ട് വളരെ ഞെരുങ്ങിയ ഒരു പ്രദേശത്തായിരിക്കും ഈ പാപികളുടെ രേഖ അള്ളാഹു തആല മലക്കുകളെ കൊണ്ട് സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നത്. അതാണ് സിജ്ജീൻ. സിജ്ജീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജയിൽ. അപ്പം അതുപോലെ ഞെരുങ്ങിയ ഒരു സ്ഥലമായിരിക്കും സിജ്ജീൻ എന്ന് പറയുന്നത്. വമാ അദ്റാക മാ സിജ്ജീൻ, ഈ സിജ്ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിനക്കറിയാമോ? അതിനെക്കുറിച്ച് നീ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? അള്ളാഹു തആല ഒരു കാര്യത്തിൻ്റെ ഗൗരവം കാണിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണിത്. വമാ അദ്റാക എന്ന ചോദ്യം വിശുദ്ധ ഖുർആനിൽ അത് അവസാനത്തെ ജുസുകളിൽ ആവർത്തിച്ച് കാണാം. കിതാബുൻ മർഖൂം, അത് രേഖപ്പെടുത്തപ്പെട്ട ഒരു എഴുത്താകുന്നു, ഒരു കിതാബാകുന്നു, ഒരു രേഖയാകുന്നു. മർഖൂം എന്ന് പറഞ്ഞാൽ മക്തൂബ്, എഴുതപ്പെട്ടത് എന്നർത്ഥം. അല്ലെ, നിങ്ങൾ ഹദീസിൽ കേട്ടിരിക്കും, ഇല്ല റഖ്മൻ ഫി സൗബ്, ചിത്രം വരക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ ഹദീസിൽ ഇല്ല റഖ്മൻ ഫി സൗബ്, ഒരു തുണിയിൽ വരച്ച ചിത്രം ഒഴികെ എന്ന് പറഞ്ഞ ഹദീസ് കാണാം. അപ്പോൾ റഖ്മുൻ എന്ന് പറഞ്ഞാൽ വരക്കൽ എന്നാണ് അർത്ഥം. അപ്പോൾ വരക്കുക എന്ന് പറഞ്ഞാൽ എഴുത്ത് ഒരു തരത്തിൽ വരയാണല്ലോ, അക്ഷരങ്ങൾ വരച്ചു വെക്കുന്നതാണ് എഴുത്തെന്ന് പറയുന്നത്. കിതാബുൻ മർഖൂം, അങ്ങനെ കൃത്യമായി എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമായിരിക്കും, രേഖയായിരിക്കും അത്. അതാണ് ഈ സിജ്ജീനിൽ വെക്കുന്നത്, സിജ്ജീനിൽ സൂക്ഷിക്കുന്നത്. വൈലുൻ യൗമ ഇദിൻ ലിൽ മുഖദ്ദിബീൻ, എന്നിട്ട് ഈ സിജ്ജീനിൽ അമലുകൾ രേഖപ്പെടുത്തിയ രേഖ സൂക്ഷിക്കുന്ന ആളുകൾ, ആരുടെ രേഖയാണ് അവിടെ സൂക്ഷിക്കുന്നത്? അവരെക്കുറിച്ച് പറയുകയാണ്, വൈലുൻ, അവർക്ക് നാശം. വൈലുൻ എന്നുള്ള വാക്കിന് 2 അർത്ഥം തഫ്സീറുകൾ കാണാം. ഒന്ന്, വാദിൻ ഫി ജഹന്നം, നരകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശിക്ഷ, കടുത്ത ശിക്ഷ കിട്ടുന്ന സ്ഥലം, നരകത്തിൽ തന്നെ ഏറ്റവും ഭയാനകമായ സ്ഥലം, അങ്ങനെയുള്ളൊരു താഴ്വര എന്നൊരർത്ഥം കാണാം. അതല്ല, അൽ ഹലാഖു വദ്ദമാർ, നാശം എന്നൊരർത്ഥം കാണാം. അന്നേ ദിവസം നാശമുണ്ട് ലിൽ മുഖദ്ദിബീൻ, നിഷേധികൾക്ക്. അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ, വിചാരണ ദിവസത്തെ, പരലോകത്തെ കളവാക്കുന്ന നിഷേധികൾക്ക്. വമാ യുകദ്ദിബു ബിഹി, ആ പരലോകത്തെ നിഷേധിക്കുന്നത് ആരായിരിക്കും? ഇല്ലാ കുല്ലു മുഅ്തദിൻ അസീം, വമാ യുകദ്ദിബു ബിഹി, പരലോകത്തെ ഒരാളും നിഷേധിക്കുകയില്ല, ഇല്ല, ആരൊഴികെ, കുല്ലു മുഅ്തദിൻ അസീം. ഒന്നാമത്തെ അവരുടെ പ്രത്യേകത, പരലോകം നിഷേധിക്കുന്ന, അള്ളാഹുവിനെ നിഷേധിക്കുന്ന, ആഖിറത്തിനെ നിഷേധിക്കുന്ന ആളുകളുടെ പ്രത്യേകതകൾ പറയുകയാണ്. എങ്ങനെയുള്ളവരാണ് നിഷേധിക്കുക? മുഅ്തദി, അള്ളാഹുവിൻ്റെ അതിരുകൾ ലംഘിക്കുന്നവരായിരിക്കും. അള്ളാഹു തആല അവൻ നിശ്ചയിച്ച അതിരുകൾ ലംഘിക്കുന്നവനായിരിക്കും. അസീം, ഇസ്മുൻ എന്ന് പറഞ്ഞാൽ പാപം, ആസിം എന്ന് പറഞ്ഞാൽ പാപി, അതിൻ്റെ മുബാലഗത്താണ്, ധാരാളമായി പാപം ചെയ്യുന്നവൻ എന്നതാണ് അസീം എന്ന വാക്കിൻ്റെ അർത്ഥം, ഫഈൽ എന്ന രൂപത്തിൽ. അപ്പോൾ ധാരാളമായി പാപം ചെയ്യുന്നവനായിരിക്കും, അള്ളാഹുവിൻ്റെ അതിരുകൾ ലംഘിക്കും, ധാരാളമായി പാപം ചെയ്യും. മൂന്നാമത്തെ പ്രത്യേകത, ഇദാ തുത്ല അലൈഹി ആയാതുന, നമ്മുടെ ആയത്തുകൾ, വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ അവർ ഓതിക്കേൾപ്പിച്ചാൽ, ഖാല, അവൻ പറയും, അസാതീറുൽ അവ്വലീൻ, ഇത് മുൻഗാമികളുടെ കെട്ടുകഥകൾ മാത്രമാകുന്നു. ഉസ്തൂറ എന്ന് പറഞ്ഞാൽ കെട്ടുകഥ, അതിൻ്റെ ജംആണ് അസാതീർ. അപ്പോൾ മുൻ തലമുറക്കാരുടെ, പഴയ കാലത്തുള്ള ആളുകളൊക്കെ ഇങ്ങനെ കെട്ടിപ്പറഞ്ഞ, അവരിങ്ങനെ ഭാവനയിൽ നെയ്തെടുത്ത കഥകൾ കൈമാറിപ്പോകുന്നത് മാത്രമാണ് ഈ ഓതുന്ന ഖുർആനും അള്ളാഹുവിൻ്റെ ആയത്തുകളും എന്ന് അവർ പറയും. അപ്പോൾ 3 പ്രത്യേകതകൾ അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു. അവർ പാപികളായിരിക്കും, അതുപോലെ ഖുർആനെ പരിഹസിക്കുന്നവരായിരിക്കും. കല്ല, വീണ്ടും അള്ളാഹു അവരെ താക്കീത് ചെയ്യുകയാണ്, ഇങ്ങനെ നിഷേധിക്കേണ്ടതില്ല. ബൽ, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അഥവാ അവർ പറഞ്ഞ ഈ വാക്ക്, ഖുർആൻ എന്ന് പറയുന്നത് കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞല്ലോ, അത് ശരിക്കും കെട്ടുകഥയായിട്ടാണോ? അല്ലെങ്കിൽ അവർക്ക് ഇത് കെട്ടുകഥയാണ് എന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് അവർക്ക് മനസ്സിലായതാണോ? അങ്ങനെ ഒരു നിഗമനത്തിൽ അവരെത്തിയതാണോ? അല്ല, നേരെ മറിച്ച് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവരുടെ പാപങ്ങൾ, മാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചു കൊണ്ടിരുന്ന അവരുടെ പ്രവൃത്തികൾ, റാന അലാ ഖുലൂബിഹിം, അവരുടെ കൽബിന് മുകളിൽ ഒരു
കറയായി മാറിയിരിക്കുകയാണ്. റാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുമ്പിൻ്റെ തുരുമ്പ് എന്നൊക്കെ പറയുന്നത് പോലെ, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ കറ പിടിക്കുന്നതിനാണ് റാൻ എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വാക്ക് വിശദീകരിച്ചിട്ടുണ്ട്, റാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഒരു ഹദീസിൽ കാണാം, ഇമാം തിർമിദിയൊക്കെ ഉദ്ധരിച്ച, ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് ഹസൻ എന്ന് പറഞ്ഞിട്ടുള്ള, അതുപോലെ മറ്റു ചില മുഹദ്ദിസീങ്ങൾ മുൻഗാമികൾ ഇബ്നു ഹജറൊക്കെ സഹീഹാക്കിയിട്ടുള്ള ഒരു ഹദീസിൽ കാണാം, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ ദംബൻ, ഒരു മുഅ്മിൻ ഒരു പാപം ചെയ്താൽ നുകിതത് നുക്തത്തുൻ സൗദാഉ ഫി ഖൽബിഹി, അവൻ്റെ കൽബിൽ ഒരു കറുത്ത പുള്ളി വീഴും. ഫൈദാ താബ വറജഅ വസ്തഗ്ഫറ സുഖില മിൻഹാ, അവൻ തൗബ ചെയ്ത് മടങ്ങിയാൽ ആ പാപത്തിൻ്റെ പുള്ളി, ആ കറുത്ത പാട് അവൻ്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയും. വ ഇൻ സാദ സാദത് ഹത്താ യുഗല്ലഫു ഖൽബുഹു, അങ്ങനെ അവൻ പിന്നെയും പാപം ചെയ്യുകയാണെങ്കിൽ, മടങ്ങുന്നതിന് പകരം പിന്നെയും പാപം ചെയ്യുകയാണെങ്കിൽ അവൻ്റെ കൽബ് ഒരു മറ ആ കൽബിൻ്റെ മുകളിൽ വീഴുന്ന അവസ്ഥയുണ്ടാകും. ഫദാലിക അർറാനുല്ലദീ ദക്കറഹുല്ലാഹു അസ്സ വജൽ, അല്ലാഹു തആല പറഞ്ഞ അർറാൻ എന്നുള്ള സംഗതി അതാണ്. വിശുദ്ധ ഖുർആനിൽ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം എന്ന് പറഞ്ഞ ആ കറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പാപങ്ങളുടെ കറയാണ്. അപ്പോൾ പാപങ്ങൾ ചെയ്തതിൻ്റെ ഫലമായി അവരുടെ കൽബിന് ഒരു മറയുണ്ടായതാണ്. അല്ലെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത്. പാപങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ, നിരന്തരം പാപങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഹക്കും ബാത്തിലും വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫിൽ പറയുകയുണ്ടായി, വമൻ അസ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ ആയത്തുകൾ കൊണ്ട് ഉത്ബോധനം നൽകപ്പെട്ട ഒരാൾ, അവനേക്കാൾ അക്രമി ആരാണുള്ളത്? എന്താണ് അവൻ്റെ പ്രത്യേകത? ഉത്ബോധനം നൽകിയപ്പോൾ ഫഅറദ അൻഹ, അവൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞു. വനസിയ മാ ഖദ്ദമത് യദാഹ്, അവൻ ചെയ്തു കൂട്ടി അവൻ്റെ രണ്ട് കൈകളും സമ്പാദിച്ചത് അഥവാ അവൻ്റെ പാപങ്ങൾ അവൻ മറന്നു കളഞ്ഞു. അപ്പോൾ പാപങ്ങളിൽ നിന്ന് മടങ്ങാതെ നിരന്തരം പാപങ്ങളിൽ മുഴുകിക്കൊണ്ടിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് സംഭവിക്കും? ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ അൻ യഫ്ഖഹൂഹു വഫീ ആദാനിഹിം വഖറ, അവരുടെ കൽബിൽ ഒരു മൂടി ഞാൻ ഇട്ടുകൊടുക്കും, അതുപോലെ അവരുടെ കാതുകൾക്ക് ഞാൻ സീൽ വെക്കും. അപ്പോൾ ഉപകാരപ്രദമായ കാര്യങ്ങൾ കേൾക്കുകയില്ല, നല്ല ചിന്തകൾ അവരുടെ മനസ്സിലുണ്ടാവുകയില്ല. വഇൻ തദ്ഉഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദു ഇദൻ അബദ, താങ്കൾ അവരെ എത്ര ക്ഷണിച്ചാലും എത്ര ദഅവത്ത് ചെയ്താലും അവർ അത് സ്വീകരിക്കുകയില്ല. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല ശൈലിയുള്ള, ഏറ്റവും നല്ല മനസ്സുള്ള, ഏറ്റവും നസീഹത്തുള്ള, ഏറ്റവും ഇൽമുള്ള, ഏറ്റവും ഹിക്മത്തുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ അള്ളാഹുവിലേക്ക് വിളിച്ചാലും അവർ സ്വീകരിക്കുകയില്ല. അങ്ങനെയായിപ്പോകും. എന്തുകൊണ്ട്? വനസിയ മാ ഖദ്ദമത് യദാഹു, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ മറന്നുകൊണ്ടുള്ള ജീവിതം. അപ്പോൾ അതാണ് ഇവിടെ നിഷേധികൾക്ക് സംഭവിക്കുന്നത്. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ, അവരിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും പ്രശ്നം എന്താണ്? അവരുടെ ശഹവത്തുകൾ, അവരുടെ തോന്നിവാസങ്ങൾ, അവരാഗ്രഹിക്കുന്ന പാപങ്ങൾ, അത് ചെയ്യാൻ ദീൻ തടസ്സമാണ്. അല്ലെങ്കിൽ ആ പാപങ്ങൾ നിരന്തരം ചെയ്തതുകൊണ്ടാണ് പിന്നീട് അവർക്ക് ദീനിനോട് മടുപ്പും വെറുപ്പും അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ തന്നെ സംശയവും പരലോകത്തോട് നിഷേധവുമൊക്കെ ഉണ്ടാകുന്നത്. കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ കല്ല ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. അള്ളാഹു തആല അവരെ താക്കീത് ചെയ്യുകയാണ്. അവർക്ക് വരാനിരിക്കുന്ന വലിയൊരു ശിക്ഷയെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്. ഈ പാപികൾക്ക്, ഫാജിറുകൾക്ക് വരാനിരിക്കുന്ന വലിയ ശിക്ഷ. എന്താണ് ആ ശിക്ഷ? ഇന്നഹും അൻ റബ്ബിഹിം, തീർച്ചയായും അവർ തങ്ങളുടെ റബ്ബിനെ തൊട്ട് യൗമഇദിൻ, അന്നേ ദിവസം അഥവാ പരലോകത്ത്, ലമഹ്ജൂബൂൻ. ഹിജാബ് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, മറ. അല്ലെ, സ്ത്രീകളുടെ മൂടുപടത്തിനാണ്, അവർ ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രം ധരിക്കുന്നതിനാണ് ഹിജാബ് എന്ന് പറയുന്നത്. കല്ല ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ, അന്ന് അവർ തങ്ങളുടെ റബ്ബിൽ നിന്ന് മറയിടപ്പെടും, തടയപ്പെടും, അള്ളാഹുവിനെ കാണാൻ സാധിക്കുകയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സ്വർഗമെന്ന് പറഞ്ഞാൽ, യുക്തിവാദികളൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ സ്വർഗം എന്ന് പറഞ്ഞാൽ കേവലം ശാരീരിക സുഖങ്ങൾ മാത്രമാണ്. അത് കേവലം ശാരീരിക സുഖങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഒരു മനുഷ്യൻ്റെ ഭാവനയുടെ സൃഷ്ടിയാണ് എന്നൊക്കെ അവർ പറയാറുണ്ട്. നഊദു ബില്ലാഹ്. സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വജ്ഹ് കാണുക എന്നുള്ളതാണ്. ഇവിടെ പാപികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ ശിക്ഷ, ഒന്നാമത്തെ ശിക്ഷയെക്കുറിച്ച് അള്ളാഹു തആല പറഞ്ഞത് എന്താണ്? ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. അന്നേ ദിവസം അള്ളാഹു തആലയെ കാണാൻ പറ്റാത്ത വിധത്തിൽ അവർ തടയപ്പെടും. അതാണ് അവർക്കുള്ള ഒന്നാമത്തെ ശിക്ഷ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? നേരെ വിപരീതം എന്താണ്? മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ കാണും. അല്ലെ, അള്ളാഹുവിനെ കാണുക എന്ന് പറയുന്നതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം. അത് നിഷേധിക്കുന്ന ബിദ്അത്തിന്റെ കക്ഷികളുണ്ട്, പഴച്ചുപോയ ആളുകളുണ്ട്. അപ്പോൾ
അവർക്കുള്ളൊരു മറുപടി കൂടിയാണ് ഈ ആയത്ത്. കാഫിറുകൾ, പാപികൾ അള്ളാഹുവിനെ കാണാൻ പറ്റാതെ വിഷമിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ കാണും. മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ കാണുകയില്ലെങ്കിൽ പിന്നെ ഈ പറയുന്നതിൽ അർത്ഥമില്ല. തുമ്മ അതിനുശേഷം പിന്നീട് ഇന്നഹും ലസാലുൽ ജഹീം, അവർ നരകത്തിൽ പ്രവേശിച്ച് കത്തി എരിയുകയും ചെയ്യും. സ്വല യസ്ല എന്ന് പറഞ്ഞാൽ സ്വലിയ, യസ്ല എന്ന് പറഞ്ഞാൽ തീയിൽ കിടന്ന് കത്തുക എന്നർത്ഥം. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ സുമ്മ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അള്ളാഹുവിനെ കാണാതെ അവർ തടയപ്പെടും എന്ന് പറഞ്ഞതിന് ശേഷം സുമ്മ എന്നാണ് പറഞ്ഞത്. സുമ്മയുടെ അർത്ഥം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സുമ്മയുടെ അർത്ഥം? വാവ്, ഫ അതുപോലെയുള്ള ഒരു അത്ഫിൻ്റെ ഹർഫാണ് സുമ്മ എന്നുള്ളത്. എന്താണ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം? വാവ് ഉപയോഗിച്ചാൽ രണ്ട് വസ്തുക്കൾ അത് തമ്മിൽ യോജിപ്പിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതും അതും. ഖലമുൻ വ കിതാബുൻ, പുസ്തകവും പേനയും. ഏതാണ് ആദ്യം ഏതാണ് രണ്ടാമത് എന്നൊന്നും അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഖലമുൻ ഫ കിതാബുൻ എന്ന് പറഞ്ഞാൽ ആദ്യം പേന പിന്നെ പുസ്തകം. എന്നാൽ സുമ്മയാണെങ്കിലോ ഖലമുൻ സുമ്മ കിതാബുൻ എന്ന് പറഞ്ഞാൽ ആദ്യം പേന പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പുസ്തകം. അപ്പോൾ ഇവിടെ അള്ളാഹുവിനെ കാണാതെ അവർ തടയപ്പെടുമെന്ന് പറഞ്ഞതിന് ശേഷം സുമ്മ എന്ന് ഉപയോഗിച്ചതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിനെ കാണാതിരിക്കുക എന്നതിനേക്കാൾ എത്രയോ താഴെയാണ് നരകത്തിൽ കിടന്ന് കരിയുക എന്ന് പറയുന്ന ശിക്ഷ. ആലോചിച്ച് നോക്കൂ. അപ്പോൾ അള്ളാഹുവിനെ കാണുക എന്നത് എത്ര വലിയ കാര്യമാണ് എന്ന് ഈ ആയത്തിൽ നിന്ന്, ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സുമ്മ ഇന്നഹും ലസാലുൽ ജഹീം. സുമ്മ യുഖാലു, പിന്നീട് അവരോട് പറയപ്പെടും, ഹാദല്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ, ഇതാണ് നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരുന്ന നരകശിക്ഷ. അപ്പോൾ നരകത്തിലെ വലിയ ഒരു ശിക്ഷയാണ് അവിടെ സംഭവിക്കുന്ന മാനസികമായ അദാബ്. ശരീരത്തിന് മാത്രമല്ല നരകത്തിലെ ശിക്ഷ, മാനസികമായ ശിക്ഷയുണ്ട്. അതിൽപ്പെട്ടതാണ് ഇങ്ങനെയുള്ള വാക്കുകൾ. നരകത്തിൽ കരിയുന്ന ആളുകളോട് പറയും, നിങ്ങൾ നിഷേധിച്ചുകൊണ്ടിരുന്നതാണിത്, അനുഭവിച്ചോളൂ എന്ന് പറയും. അപ്പോൾ അവർ അനുഭവിക്കുന്ന ശാരീരികമായ പീഡനം, ശിക്ഷ അതിനേക്കാൾ വലിയ പ്രയാസമായിരിക്കും അവർക്കുണ്ടാവുക. ഇത് ഖുർആനിൽ പല സൂറത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു നബയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദൂഖു ഫലൻ നസീദക്കും ഇല്ല അദാബ. ചില സലഫുകൾ സഹാബത്ത് പറഞ്ഞത് കാണാം, അശദ്ദു ആയത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും കടുത്ത ആയത്താണിത്. എന്താണത്? ദൂഖു ഫിത്നതക്കും ഫദൂഖു ഫലൻ നസീദക്കും ഇല്ല അദാബ, നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക, നിങ്ങൾക്ക് മൈക്കാരാണ് ഓണാക്കിയിട്ടുള്ളത്. ഫദൂഖു ഫലൻ നസീദക്കും ഇല്ല അദാബ, നിങ്ങൾ ഈ നരകശിക്ഷ അനുഭവിച്ചു കൊള്ളുക, ഇനി ശിക്ഷയിൽ വർധനവുണ്ടാവുക എന്നതല്ലാതെ മറ്റൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് അവരോട് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ ഖുർആൻ നിരവധി കാണാം. സൂറത്ത് ദാരിയാത്തിൽ പറയുന്നത് കാണാം, ദൂഖു ഫിത്നതക്കും ഹാദല്ലദീ കുൻതും ബിഹി തസ്തഅജിലൂൻ, നിങ്ങൾ തിരക്ക് കൂട്ടിക്കൊണ്ടിരുന്ന ശിക്ഷയാണിത്, അനുഭവിച്ചു കൊള്ളുക എന്ന് പറയും. അല്ല, ഇപ്പോൾ അങ്ങനെ പറയുന്ന ആളുകൾ കാണാം, തിരക്ക് കൂട്ടുന്ന ആളുകൾ. തിരക്ക് കൂട്ടുക എന്ന് പറഞ്ഞാൽ പരിഹാസത്തിൻ്റെ ഭാഷയിൽ, എവിടെ നരകം, അങ്ങനെ നരകം ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് വരട്ടെ, അനുഭവിക്കട്ടെ എന്ന് പറയുന്ന ആളുകൾ കാണാം. അങ്ങനെയുള്ള നിങ്ങളുടെ നിഷേധം നിങ്ങൾ ഓർത്തുകൊള്ളുക എന്ന് പരലോകത്ത് വെച്ച് ശിക്ഷയുടെ സമയത്ത് അവരോട് പറയും. അങ്ങനെയുള്ളൊരു വാക്കാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലും പറയുന്നത്. ثم يقال هذا الذي كنتم به تكذبون. ഇത്രയുമാണ് നരകാവകാശികളെക്കുറിച്ച് അള്ളാഹു തആല പറഞ്ഞ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇനി സ്വാഭാവികമായും വിശുദ്ധ ഖുർആനിൽ മറ്റെല്ലാ സ്ഥലങ്ങളും എന്നതുപോലെ നരകാവകാശികളെക്കുറിച്ച് പറയുന്നതിൻ്റെ കൂടെ സ്വർഗാവകാശികളെക്കുറിച്ച്, പുണ്യവാന്മാരെക്കുറിച്ച് പറയും. അതാണ് അടുത്ത ആയത്തുകളിലുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം ബാക്കി സൂറത്തിലെ ആയത്തുകൾ വായിക്കാം. ഇന്ന് തുടങ്ങാൻ കുറച്ച് വൈകിയത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാനിപ്പോൾ അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ബാറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി